റീമിന്റെയും താരിഖിന്റെയും വല്യുപ്പ ഖാലിദ് നബ്ഹാൻ മരിച്ചു. ആരാണോ റീമിനെയും താരിഖിനെയും കൊലപ്പെടുത്തിയത് അവർ തന്നെയാണ് ഖാലിദ് നബ്ഹാനെയും കൊന്നുകളഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ഖാലിദ് നബ്ഹാൻ കൊല്ലപ്പെട്ടത്. ഖാലിദ് നബ്ഹാനെ ആരും മറക്കില്ല. 2023 നവംബർ 22-നാണ് ഖാലിദ് നബ്ഹാന്റെ ചെറുമകൾ റീമും 5 വയസ്സുള്ള സഹോദരൻ താരിഖും കൊല്ലപ്പെട്ടത്. തെക്കൻ ഗസയിലെ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഖാലിദ് നബ്ഹാന്റെ പേരക്കുട്ടികൾ കൊല്ലപ്പെട്ടത്. പേരുമകൾ റീമിന്റെ മൃതദേഹം മാറോടണച്ച് ചുംബിക്കുന്ന ആ വല്യുപ്പ ഫലസ്തീനിലെ തീരാവേദന അനുഭവിക്കുന്നവരുടെ പ്രതീകമായാണ് ലോകം കണ്ടത്. എന്റെ ജീവന്റെ ജീവനെ എന്നാണ് ആ ചലനമറ്റ പേരക്കുട്ടിയുടെ മൃതദേഹം വാരിയെടുത്ത് ഖാലിദ് വിലപിച്ചത്. ഖാലിദിന്റെ ആ മുഖത്ത് ഫലസ്തീന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ വേദനയായിരുന്നു. ഇന്നിതാ തന്റെ കൊച്ചുമക്കളുടെ അടുത്തേക്ക് ഖാലിദും യാത്രയായിരിക്കുന്നു. ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് ഖാലിദ് നബ്ഹാൻ കൊല്ലപ്പെട്ടത്. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയായിരുന്നുവെന്ന് ഖാലിദിന്റെ ബന്ധു സെയ്ദ് നബ്ഹാൻ പറയുന്നു. ഷെൽ പതിച്ചാണ് നബ്ഹാൻ കൊല്ലപ്പെടുന്നത്. അത്രമേൽ ലോകത്തിന് ഹൃദയവേദന നൽകിയിരുന്നു ഖാലിദും കൊച്ചുമകളും. അന്ന് റീം ഇസ്രായേലിന്റെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ 3 വയസ്സുകാരുടെ മുഖത്തെ പൊടിയും ചോരയും തുടച്ച് മുടിയഴകിൽ തലോടി ഖാലിദ് നബ്ഹാൻ നെറ്റിയിൽ തുരുതുരെ ചുംബനം നൽകിയിരുന്നു. വിറങ്ങലിച്ചുകൊണ്ടാണ് അദ്ദേഹം റീമിനെ പേര് ചൊല്ലി വിളിച്ചതും എന്റെ ജീവന്റെ ജീവനെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും. ഖാലിദിന്റെ ജീവൻ തന്നെയായിരുന്നു റീം. റീം മരിക്കുന്നതിന് മുമ്പ് വല്യപ്പയോടൊപ്പം കളിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ദശലക്ഷം പേരാണ് കണ്ടത്. റീമിന്റെ മരണശേഷമാണ് ഖാലിദ് നബ്ഹാൻ സാമൂഹ്യ പ്രവർത്തകനായി മാറിയത്. പിന്നീട് അദ്ദേഹം ഫലസ്തീനിലെ ജനങ്ങളുടെ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു. അധിനിവേശത്തിന്റെ ആഘാതം ഫലസ്തീനിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം തകർത്തിരുന്നു. അതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിലാണ് പിന്നീട് ഖാലിദ് നബ്ഹാൻ സമാധാനം കണ്ടെത്തിയത്. പരിക്കേറ്റ കുട്ടികളെയും കുടുംബങ്ങളെയും സഹായിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയുമായിരുന്നു ഖാലിദിന്റെ പ്രധാന ജോലി. ഗസക്കാരുടെ അബൂദിയയാണ് ഖാലിദ് നബ്ഹാൻ. അവർക്ക് ആശ്വാസമാണ് അബൂദിയയുടെ പരിചരണവും സമ്മാനങ്ങളും. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഖാലിദ് കളിക്കോപ്പുകളും മറ്റു സമ്മാനങ്ങളും നൽകുമായിരുന്നു. കുട്ടികൾക്കായി റീം സോൾ ഓഫ് ദി സോൾ എന്ന സംരംഭവും തുടങ്ങി. റീമിന്റെ സ്മരണയ്ക്കായിരുന്നു ഈ സംരംഭം. ഖാലിദിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണുള്ളത്. ഗസയിലെ നിലവിലെ ജീവിതത്തിന്റെ നേർരേഖയാണ് ഇതിലെ എല്ലാ പോസ്റ്ററുകളും. ഇസ്രായേലിന്റെ കൊടും ക്രൂരതകളും ദിനംപ്രതിയുള്ള 100 കണക്കിന് കൊലപാതകങ്ങളും ഗസയിലെ നാശനഷ്ടങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഖാലിദ്. അതെ, ലോകത്തിന് ഗസയിൽ നിന്നുള്ള ഒരു സന്ദേശവാഹകനായിരുന്നു ഖാലിദ്. റീമിലൂടെ ലോകത്തിന് പരിചയമായ ആ വല്യുപ്പ ഇനിയില്ല.